ഇതുണ്ടോ ഇത്ര വലിപ്പമുണ്ടെന്ന് നോക്കി ടൈഗർ പ്രോൺസ്. ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു ബ്ലാക്ക് കളറിലെ, അതെടുത്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതുണ്ടോ, ഇതിന്റെ അഴുക്കാന്ന് പറയും. ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേ ഈ ഗ്രില്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഗ്രില്ലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. കാരണം നല്ല രസം ഉണ്ടാവും അതിന്റെ ആ ഒരു ഷെല്ലൊക്കെ വെച്ചിട്ട് തന്നെ നല്ലൊരു ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. ഞാൻ നോർമലി എന്താ പറയുക, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയ ചെമ്മീനാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവാറ്. പക്ഷെ അപ്പൊ ഇത് വലുതാവുന്ന സമയത്ത് ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ഞാൻ വേറെ എന്തൊക്കെയോ സ്റ്റൈലിലൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ആ ചെമ്മീൻ ഒന്ന് കുളമാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിട്ട് പിന്നെയൊക്കെ പരീക്ഷണം ചെയ്യാറോ. നമുക്ക് അതങ്ങനെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. വാവ്, അതെ ചെമ്മീൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇത് ചാറൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ ഇപ്പോഴും വെക്കാറുണ്ട് ഉണ്ടാക്കുമ്പോൾ. നമുക്ക് മാറ്റാം. നല്ല ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ള കളർ. ചിലപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇത്ര എക്സൈറ്റ്മെന്റ് കേട്ടോ. ചില ആൾക്കാരായിരിക്കും ഇവളെന്തൊക്കെയൊന്ന് കാണിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ചിലപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ലായിരിക്കാം. അതെ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകില്ല, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം വരട്ടാം കേട്ടോ. ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇത്രയും ചെമ്മീനിന് നമുക്ക് ഇത്രയും മസാല എടുത്ത്. മസാല എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇച്ചിരി പെപ്പർ, ഇച്ചിരി ഗരം മസാല എല്ലാം കൂടി ഇടാം. അതെ നോക്കി ഇത്രേ ഉള്ളൂ. കുറെ ഇട്ടാലേ ആ ഒരു ഞണ്ടിന്റെയും ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ പോകുന്ന പോലെ എനിക്ക് തോന്നും. തൊട്ടിടാം കേട്ടോ. ഏകദേശം തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. അതെ ഓക്കെ, ഉണ്ടോ? കാണാനായിട്ട് ഭയങ്കര എന്താ പറയാ കളറോ ലുക്കോ ഒന്നുമില്ല. പക്ഷേ ഇതിന്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നോക്കില്ല, പക്ഷെ എനിക്കറിയാം അടിപൊളിയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇതേ നേരിയൊരു ചാറ് കേട്ടാ. ഇപ്പോഴും തിളച്ചോണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു പരുവത്തിലായിട്ട് എടുക്കാറ്. കുറച്ച് കറിവേപ്പില ഇടണം, നല്ല ഫ്രഷ് കറിവേപ്പില. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലെ ഒഴിക്കണം. എന്നിട്ട് നേരെ മൂടി വെക്കാം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെയും ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ സ്മെല്ല് ഇതിനകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോൾ, ഇപ്പം തന്നെ തുറക്കുക കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കില്ലേ. എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും കഴിക്കുമ്പോൾ കാണാം.